ഇന്ന് നമുക്കൊരു കടലക്കറി ഉണ്ടാക്കാം. അതിനായി ആദ്യം കുറച്ച് തക്കാളി അരിഞ്ഞത്, കുറച്ച് സവാള അരിഞ്ഞത്, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, കറി ലീവ്സ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കടല 12 മണിക്കൂർ കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ച കടലയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കടല നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കഴുകി എടുത്ത് വെച്ച കടലയാണ്. അതിലേക്ക് അതിന്റെ പകുതി ജിഞ്ചർ ഗാർലിക്, 2 പച്ചമുളക്, കുറച്ച് കറി ലീവ്സ്, അതിനുശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇടുന്നത് നല്ല ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ചെറിയ ഉള്ളി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഇങ്ങനെ എടുത്ത് വെച്ചാൽ കടലക്കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കർ അടച്ച് നമുക്ക് കുറച്ച് നേരം കുക്കർ ഒരു 20 മിനിറ്റ് വേവാൻ വെക്കണം. നിങ്ങൾ വാങ്ങിക്കുന്ന കടലയ്ക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ വേവ്. ഒരു വിസിലിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം കടല വെന്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. നന്നായിട്ട് കടല വെന്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല കൊഴുത്തതായിട്ട് വേണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് മിക്സിയിലെടുത്ത് അരച്ച് ലാസ്റ്റ് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ആഡ് ചെയ്യാം, ജിഞ്ചർ ഗാർലിക് ബാക്കി ആഡ് ചെയ്യാം, പച്ചമുളക് ആഡ് ചെയ്യാം, കറി ലീവ്സ്, സവാള ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അത് നന്നായി വഴണ്ട് കഴിയുമ്പോഴത്തേന് നമുക്കതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഈ മല്ലിപ്പൊടി ജസ്റ്റ് ഒന്ന് വഴളണം, കാരണം അത് നല്ലതായിട്ട് മൂത്ത് വരണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ അത് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ കടലയും അതിൻ്റെ ആ വെള്ളവും എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കടലയ്ക്ക് കൊഴുപ്പ് വേണമെങ്കിൽ കടല അരച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ അടിപൊളി കടലക്കറി ഇവിടെ റെഡിയായിരിക്കുന്നു. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ തന്നെ ഈ കടലക്കറി ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയും ഏറ്റവും നല്ലതാണ് കഴിക്കാൻ. പുട്ടിൻ്റെ കൂടെയാണ് ഏറ്റവും സൂപ്പർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.